കെ എം ഷാജിയെ കാസർഗോഡ് സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നതിനെതിരെ പരോക്ഷ വിമർശനവുമായി SKSSF സുന്നി പ്രസ്ഥാനത്തെ ഇകഴ്ത്തുന്ന നിലപാടുള്ളവരെ ഉയർത്തിക്കാട്ടുന്നത് ഭൂഷണമല്ലെന്നാണ് വിമർശനം. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, നേരത്തെ തന്നെ കാസർഗോഡ് ലക്ഷ്യമിട്ട് ഷാജി രംഗത്ത് വരികയും പ്രചരണമൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് SKSSF ശക്തമായ വിമർശനം ഉയർത്തുന്നത്. ഇതിലെ രാഷ്ട്രീയം എങ്ങനെയാണ്? ഇനിയൊരു അവസരം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നതിനിടയിലാണ് കെ എം ഷാജിയെ പോലുള്ള ഒരു യുവ തുർക്കിയെ കാസർഗോഡ് മണ്ഡലത്തിലേക്ക് എത്തിച്ച് ജനകീയത കൂടി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ ലഭിച്ചു തുടങ്ങിയത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണവുമായി SKSSFന്റെ ജില്ലാ ഭാരവാഹി പോലും നേരിട്ടെത്തുന്നത്. സുന്നികൾക്കെതിരെ പല വേദികളിലും പരസ്യമായ നിലപാടെടുത്ത ആളുകളെ ഈ രീതിയിൽ സുന്നി സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. കെ എം ഷാജിയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അത് കൃത്യമായി കെ എം ഷാജിയെ തന്നെ ഉന്നം വെച്ചിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല SKSSF അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ തന്നെ ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വമായി ഇതിനോടകം തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവിനെ തന്നെ പരിഗണിക്കണമെന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കകത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ PK ഫിറോസിനെയോ അല്ലെങ്കിൽ കെ എം ഷാജിയെ പരിഗണിക്കുന്നതിനെതിരെ പൊതുവിലൊരു വികാരം ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ SKSSFന്റെ ജില്ലാ ഭാരവാഹി തന്നെ ഒരു പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രജീഷ്. ശരി, സാരംഗാണ് വിവരങ്ങൾ. കെ എം ഷാജിയുടെ സ്ഥാനാർത്ഥി നീക്കത്തിന് എതിരെയാണ് ഇപ്പോൾ SKSSF പ്രതികരിക്കുന്നത്.